വിശ്വാസവും ഐതിഹ്യവും ഇഴചേരുന്ന നവരാത്രി ദിനത്തിലെ പ്രധാന ആകർഷണമാണ് ബൊമ്മക്കുലു. നവരാത്രി ആരംഭിച്ചതോടെ അഗ്രഹാരങ്ങളിൽ ബൊമ്മക്കുലു പൂജയും തുടങ്ങിക്കഴിഞ്ഞു. ഇനി പൂജയുടെയും പ്രാർത്ഥനകളുടെയും നാളുകളാണ്. ഒൻപത് ദിവസങ്ങളിൽ ദേവിയുടെ ഓരോ ഭാവത്തെയും പൂജിക്കുന്നതിനായി ബ്രാഹ്മണ സമൂഹമാണ് വിശ്വാസത്തിന്റെ നിറക്കാഴ്ചയായ ബൊമ്മക്കൊലു ഒരുക്കുന്നത്. ഒരു മാസം മുൻപ് തന്നെ ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങും. നവരാത്രിയായാൽ 3, 5, 7, 9 എന്നിങ്ങനെ പടികൾ കെട്ടി മരം കൊണ്ടുണ്ടാക്കിയ മരപ്പാച്ചി എന്നറിയപ്പെടുന്ന പ്രതിമകൾ വെച്ച് ആദ്യം പൂജ ചെയ്യും. പിന്നീടാണ് ദശാവതാരങ്ങൾ, സരസ്വതി ദേവി എന്നിങ്ങനെ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും അവതാരങ്ങളുടെ ബൊമ്മകൾ പടികളിൽ നിറയുക. പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ബൊമ്മകളും ഇതോടൊപ്പമുണ്ട്. മഹിഷാസുരനെ വധിച്ചതിൻ്റെതിൽ മറ്റെല്ലാ ചരാചരങ്ങളും ബ്രഹ്മ, വിഷ്ണു, ശിവൻ അടക്കമുള്ള എല്ലാവരെയും ഈ പടികളിൽ വെച്ചിട്ടാണ് നമ്മൾ പൂജിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ദീപാരാധനയും കൂടാതെ ഈ ബൊമ്മക്കൊലുവിലുള്ള ബൊമ്മകൾക്ക് ഒരു പ്രസാദം നൈവേദ്യിച്ചിട്ട് വരുന്ന സ്ത്രീകൾക്ക് കുങ്കുമം, മഞ്ഞൾ, പിന്നെ വെറ്റില, അടക്ക, പിന്നെ അന്നത്തെ പ്രസാദവും കൊടുക്കുന്നതാണ്. പിന്നെ ദശാവതാരം, പിന്നെ അതുകൂടാതെ അഷ്ടലക്ഷ്മി, അങ്ങനെ വിവിധ തരം ബൊമ്മകൾ ഓരോരോ വീട്ടിലും കാണാൻ പറ്റും. ആഘോഷരാവുകളിൽ ഒരുക്കി വെച്ച ബൊമ്മക്കൊലു അതിമനോഹര കാഴ്ചയാണ്. ഇവ കാണാനെത്തുന്നവർക്ക് സമ്മാനങ്ങളും പ്രസാദവും നൽകിയാണ് തിരിച്ചയക്കുക. അമൃത ന്യൂസ്, കോഴിക്കോട്.